കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇവരുടെ റെസൽമേനിയ മാച്ചിൽ ഒരു വേറെ ലെവൽ പ്ലാൻ WWE ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതെങ്ങാനും നടക്കുകയാണെങ്കിൽ ഒന്നും പറയാനുണ്ടാവില്ല, വേറെ ലെവലായിരിക്കും റെസൽമേനിയ നൈറ്റ് 2. അതിനോടൊപ്പം ഡ്രൂ മാക്കൻഡയറും പോൾ ഹേമൻ ഇന്നലെ റോ എപ്പിസോഡിൽ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ അവര് സംസാരിച്ചത് എന്താണ് എന്നറിയില്ല, എന്നാലും ആ ഒരു പ്ലാൻ എന്താണെന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയും വീഡിയോയിൽ പറയാം. ഈ ന്യൂസ് എല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് കോഡി റോഡ്സിന് ഇഞ്ചുറി സംഭവിച്ചോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. കാരണം റോക്ക് അറ്റാക്ക് ചെയ്ത സെഗ്മെന്റിൽ കോഡി റോഡ്സ് തന്റെ കാല് പിടിച്ചുകൊണ്ട് ഇഞ്ചുറി സംഭവിച്ചതുപോലെയെല്ലാം കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഫാൻസിന് ഇപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ ബ്ലഡിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അതർ ലാംഗ്വേജിൽ അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നൊക്കെ ഒരുപാട് വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, കാരണം അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ സ്റ്റോറി എല്ലാം വേറെ ലെവലായിട്ടാണ് പോകുന്നത്. ഇനി കോഡി റോഡ്സിന് ഇഞ്ചുറി സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ കോഡി റോഡ്സിന് യാതൊരു ഇഞ്ചുറിയും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും സേഫ്റ്റിയിലാണ് റോക്ക് ആ ഒരു സെഗ്മെന്റ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അതായത് റെസൽമേനിയ മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ സെഗ്മെന്റിൽ ചെയ്യുന്നില്ല. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സിന് യാതൊരു പ്രശ്നവും ഇല്ല. ചിലർക്കെങ്കിലും കോഡി റോഡ്സിന് ഇഞ്ചുറി സംഭവിച്ചോ എന്ന് പറഞ്ഞ് ഡൗട്ട് ഉണ്ടാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ സ്മാക്ക് ഡൗണിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആസ്ക ആൻഡ് കൈരി സൈൻ, ഇതിൽ ആസ്കയ്ക്ക് ഇഞ്ചുറി സംഭവിച്ചു. അതുകൊണ്ട് റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് ചിലപ്പോൾ തിരിച്ചു വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ചിലപ്പോൾ ഒരു ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഒന്നും തിരിച്ചു വാങ്ങിക്കാൻ ചാൻസ് ഇല്ല, ആസ്ക റെസൽമേനിയ ആകുമ്പോഴേക്കും സെറ്റ് ആകുമെന്ന്. ഇപ്പോൾ അതുപോലെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആസ്ക വീണ്ടും ലൈവ് ഇവന്റിൽ മാച്ച് എല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ സ്മാക്ക് ഡൗണിലും വന്നായിരുന്നു, എന്നാൽ ഇപ്പോൾ കറക്റ്റായിട്ട് മാച്ച് എല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റെസൽമേനിയയിലെ ആസ്കയ്ക്ക് മാച്ച് ഉണ്ടാകും. ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തിരിച്ചു വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. ഇനി ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ പോൾ ഹേമൻ ഡ്രൂ മാക്കൻഡയറുമായി സംസാരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് മിസ് R-Truth DIY ന്യൂയുടെ ഇവരൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ സംസാരിക്കുന്ന സമയത്താണ് അതിന്റെ പിറകിലായിട്ട് പോൾ ഹേമനും ഡ്രൂ മാക്കൻഡയറും സംസാരിച്ചത്. അപ്പോൾ അത് എന്താണെന്ന് വ്യക്തമല്ല, എന്നാൽ ന്യൂസുകൾ പ്രകാരം നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അവർ സംസാരിച്ചിട്ടുള്ളത് റെസൽമേനിയ മാച്ചിനെ പറ്റിയാണ്. അതായത് റെസൽമേനിയ നൈറ്റ് 1-ൽ ടാഗ് ടീം മാച്ച് നടക്കുന്നുണ്ട്, റോക്ക്, റോമൻ റെയിൻസ്, സെത്ത്, കോഡി റോഡ്സ്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ചിൽ ഡ്രൂ മാക്കൻഡയർ കാരണമായിരിക്കും സെത്തും കോഡിയും തോൽക്കാൻ പോകുന്നത്. അതായത് മാച്ചിന്റെ അവസാനം ഡ്രൂ മാക്കൻഡയർ വന്നുകൊണ്ട് ഇവരെ ക്ലൈമോർക്കിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റോക്ക് ടീമിന്റെ കൂടെ ചേർന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഇവര് ആ ഒരു മാച്ചിൽ തോൽക്കുക. അതിന് പകരമായിട്ട് പോൾ ഹേമൻ അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ടീം ഡ്രൂ മാക്കൻഡയർ സെത്ത് റോളൻസിന്റെ മാച്ചിൽ ജയിപ്പിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതാണ് അവർ സംസാരിച്ചിട്ടുണ്ടാകുക എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. ഇനി കോഡി റോഡ്സ്, റോമൻ റെയിൻസ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് റെസൽമേനിയയിൽ ബ്ലഡ് ലൈൻ റൂൾസ് ആയിട്ട് നടക്കുമ്പോൾ എന്താണ് WWE പ്ലാൻ ചെയ്യുന്ന ആ വലിയ കാര്യം എന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ റോ എപ്പിസോഡിൽ കോഡി റോഡ്സ് റോക്കിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവനാണോ നിങ്ങളുടെ ഹീറോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ കളിയാക്കിയിരുന്നു. അതേപോലെ തന്നെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ജോൺ സീന ഇവരുടെ ഫോട്ടോയും നോക്കിക്കൊണ്ട് ഇതൊക്കെയാണോ നിങ്ങളുടെ ഹീറോ എന്ന രീതിയിലും റോക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ WWE ഈ അടുത്തായിട്ടൊക്കെ വളർന്നു വരുന്ന റെസ്ലേഴ്സിനെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ലെജൻഡ് റെസ്ലേഴ്സിന്റെ ഫോട്ടോ അല്പം കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ ഇത് ഇവര് മനഃപൂർവ്വം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സീന സ്റ്റോൺ കോൾഡിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് റോക്ക് അതിലേക്ക് നോക്കി കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും അവരെ കളിയാക്കുന്നത് പോലെയെല്ലാം കാണിച്ചത്. അതായത് ഇതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു മാച്ച് ബ്ലഡ് ലൈൻ റൂൾസ് ആയിട്ട് നടക്കുമ്പോൾ ആ മാച്ചിന്റെ അവസാനത്തിൽ സീന, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ എന്തായാലും വരും എന്നാണ് പറയുന്നത് കോഡി റോഡ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ ടീം മുൻപ് അറ്റാക്ക് ചെയ്തിട്ടുള്ള എല്ലാ റെസ്ലേഴ്സും ഈ മാച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ റെസൽമേനിയ നൈറ്റ് 2 നിന്ന് കത്താനായിരിക്കും ചാൻസ് ഉള്ളത്. വേറെ ലെവലായിരിക്കും, ഒന്നും പറയാനുണ്ടാവില്ല. ഈ ഒരു പ്ലാനാണ് WWEക്ക് ഉള്ളത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും നോക്കാം, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനും ജോൺ സീനയും എന്തായാലും ഈ സെഗ്മെന്റിൽ വരും എന്നാണ് പറയുന്നത്. എന്തായാലും റെസൽമേനിയ നൈറ്റ് 1-ഉം നൈറ്റ് 2-ഉം വേറെ ലെവൽ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് കോഡി റോഡ്സിനെ റോക്ക് ഇത്രയും ക്രൂരമായി അറ്റാക്ക് ചെയ്തത് എന്ന് നോക്കാം. അപ്പോൾ അതിന്റെ കാരണം ഒരുവിധം എല്ലാവർക്കും അറിയാം, എന്നാലും പറയുന്നു എന്ന് മാത്രം. അതായത് റോക്ക് റോമനോട് വിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോഡി റോഡ്സിനെ റോ എപ്പിസോഡിൽ വെച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് റോമൻ കോഡി ഇവർക്ക് സ്മാക്ക് ഡൗണിൽ നടന്ന സെഗ്മെന്റിൽ സെത്ത് കോഡിയെ ചതിക്കുമെന്ന് റോമൻ പറഞ്ഞു. അതേപോലെ കോഡി
റോക്ക് നിന്നെ ചതിക്കുമെന്ന് റോമനോടും പറഞ്ഞു. അതുപോലെ തന്നെ ഈ റോ എപ്പിസോഡിലും കോഡി റോഡ്സ് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം റോമൻ റെയിൻസിന്റെ അടുത്തുള്ള വിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോക്ക് കോഡി റോഡ്സിനെ ഇത്രയും ക്രൂരമായി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പലർക്കും മനസ്സിലായി കാണും, എന്നാലും പറഞ്ഞു എന്ന് മാത്രം.